പോട്ടെ 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 പോട്ടെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പിന്നെയും ഒരു വർഷം കണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗെയിൻ ഓൺ ട്രിപ്പ്. ഇപ്പം എന്താ ലീവൊക്കെയാണ്, വീട്ടിലാണ്, വന്നു. ഇപ്പോൾ കുറേ നേരം പോസ്റ്റ് അടിച്ച് വെറുതെ ഇരുന്നു. ഇവിടെ എന്താ സ്ഥലമായിരുന്നു, വട്ടവട വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ നടന്നു പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നടന്നൊന്നുമല്ല, ഹെൽമെറ്റുണ്ട്. അപ്പുറം പോയിട്ട് ഇനി കൂട്ടുകാരന്മാരൊപ്പം വണ്ടിയിൽ പോവുക, അതാണ് പ്ലാൻ. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അറിയില്ലടേ, ഞാൻ ഈ പരിസരത്ത് ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ. We reached here at the വട്ടവട. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇതിലെ കുറേ കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട്. രണ്ടുപേരുടെ നേരത്തെ എത്തി, ഇനി രണ്ടാമനും കൂടെ വരാനുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അടിപൊളിയായിരുന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാടൊക്കെ ആയിരുന്നു ഈ സീൻ, മഞ്ഞും മഴയും. അമ്മേ എത്തി ഗൈസ്, ഇടിയുന്ന മഴ വരുന്നുണ്ട്. ഓഫ് റോഡ് ഷോട്ട്സ്.
ഈ താഴെ കയറി ഇതാണ് ഉരുളക്കല്ലുള്ള കഴി നിറഞ്ഞത്. വലിയ സീനൊന്നും തോന്നുന്നില്ല. ഓ മഴ ഒതുങ്ങിയല്ല, അത് പൊടി. അയ്യോ കല്ല് കിടക്കുക. പിന്നെ കുഴപ്പമില്ല. ഇതിനകത്ത് ഓവർടേക്ക് ചെയ്യലും പണിയല്ലേ. തിരിഞ്ഞു പറഞ്ഞു പോകും. ഇവിടെ പിന്നെ റോങ് സൈഡും ഈ സൈഡും ഇതിലൂടെങ്കിലും കയറി പോകുന്നു. അവര് കാണുന്നില്ല, കുറെ പുറകിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് നിർത്തിയതാ. അവിടെ കുറച്ച് പാട്ടൊക്കെ വെച്ച് വൈബടിക്കുന്നുണ്ട്. കണ്ട നല്ല വെള്ളമാണ്. ഇത്ര നേരം തണുപ്പത്ത് വന്നുകൊണ്ടാണ് നിർത്തില്ല. തണുപ്പൊന്നും ഫീലാവണില്ല. ആ വെള്ളം പിടിച്ച് തണുപ്പ് ഫീലാവണില്ല. കൈ മരവിച്ചിരിക്കാൻ തോന്നുന്നു. കുറച്ച് വരണം കേട്ടോ. ജീപ്പിലും ചെറിയൊരു ഓഫർ റോഡൊക്കെ ഉള്ളൂ. സോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഇവൻ്റെ കേപ്പബിലിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയൊക്കെ ഇതിലും വലിയ ആളാണ്. ഇവരെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, ഞങ്ങളുടെ കുറേ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അമ്മ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദം. കൂട്ടുകാരന്മാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്നുണ്ടെണ്ണം ചെറിയൊരു സൗണ്ടൊക്കെ കേട്ടായിരുന്നു. യെസ് ഗൈസ്, എത്തി. മൂന്ന് മണിക്ക് തിരിച്ച് വീട്ടിൽ കയറാനുള്ള പയ്യന. 2:30 ഇവിടെ നിന്ന് 3 മണിക്ക് പോക്കിടക്കില്ല. പിന്നെ 6 മണിക്ക് വീട്ടിൽ കയറണം. ഇത് വീട്ടിൽ നിന്ന് പിന്നെ ഒഴിവാക്കിയേക്കണ സാധന. ഇവിടെ കട്ടൻ കാപ്പി മാത്രമേ കിട്ടത്തുള്ളൂ. കട്ടൻ കാപ്പി പിന്നെ ഞാൻ ഇപ്പോൾ ഒരു സാധനം കണ്ട ഇത് ഇതെവിടെ ഇട്ട് വർക്കാവത്തെ ഇവിടെ അവിടെ ഇട്ട് വെള്ളച്ചാട്ടമുണ്ട്. കണ്ടേ, കോടയായതുകൊണ്ട് ഇങ്ങനെ നിറച്ചൊന്നും കാണത്തില്ല. പക്ഷേ വൈബ് അടിപൊളിയാട്ടോ. ഇതുമാതിരി രക്ഷയില്ലാത്ത പരിപാടി. ഇതുമാതിരി അപ്പം കോഴി അതും ഇതൊക്കെ ഉണ്ട് ഇതിൽ. ഇറങ്ങണോ? പണ്ട് എൻ്റെ ഇറങ്ങുന്നല്ലായിരിക്കും. മറന്നിട്ട് വീഴുന്നുള്ളൊരു ഉറപ്പാ. എന്ത് പറ്റുമെന്നുള്ളതാണ് എൻ്റെ അതിശയം. become a professional off-road driver. പിന്നില്ല guys. ഉടനെ എത്തിയോ കുഴപ്പമില്ല. പോയില്ലേ?
അതൊക്കെ പറ പന്നി. ആ അമ്മാര് സോനു ഇതിൽ ഇറക്കില്ല. എന്തായാലും നടക്കണം. പോകാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കൊറേ കണ്ടതൊക്കെയാ. ചെറിയൊരു പേടിയല്ലേ? എങ്ങനെ തിരിച്ചറി പോവാമോ? കിടന്നു തന്നെ. അന്ന് മഴ ഇത്ര കഠിനമില്ലായിരുന്നു. ആണാ? പോവില്ല. വൈകാ അതെ. അയ്യോ അയ്യോ, നീ ഇറങ്ങിക്കോളാം. അവരുടെ ഉപദേശപ്രകാരം ഞങ്ങൾ വണ്ടി ഒതുക്കുകയാണ് ഗായ്സ്. ഒരു പുഴയേ അല്ല. ജീപ്പ് മാൻ അടിപൊളിയായിരിക്കും. തിരിച്ച് എപ്പോൾ കയറിയാലേ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യണ്ടേ. അപ്പോൾ അതാ പിന്നെയും ഇനിയിപ്പോൾ നടയാത്ര. വണ്ടി ഇറക്കിയിട്ടുണ്ട്, തിരിച്ചു തരാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോ അങ്ങനെയാണ്, പക്ഷേ തിരിച്ചു തരാൻ പറ്റില്ല. ഞാൻ ജീപ്പ് കഴിഞ്ഞ് ഇറങ്ങിയുണ്ട്. പ്രിയപ്പെട്ടതേ, ഓ എടാ തെന്നിയൊന്നുമല്ല, പുള്ളി സ്പീഡിൽ ഇറങ്ങിപ്പോരുവാണ്. വേണ്ട പോട്ടെ 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 പോട്ടെ. മോണെ ഓ ഓ ഓ ഓ തെന്നി. ക്രോപ്സ് തെന്നി. എത്തിയത് തന്നെ. മൊബൈൽ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അമ്മച്ചേ അയ്യോ ഏട്ടാ കുഴപ്പമില്ല. യേസ് നിങ്ങളെത്തി ഗൈസ്. വണ്ടി പോവായിരുന്നു എന്ന് തോന്നറാ. ആ ഒരു കയറ്റം മാത്രമേ ഉള്ളൂ. വേണ്ട ചേ ഓക്കെ. ഇങ്ങനത്തെ ഒരു സാധനമാണെങ്കിൽ ഇപ്പോൾ കണ്ട റോഡ് ഒന്നുമല്ല, സുഖമായിട്ട് കയറി വരാൻ പറ്റും. ഇതും കൊള്ളാം, അല്ലേ? ഒരു ഫുൾ ഏജ് സെറ്റപ്പിൽ വേഴുണ്ട്. കോടയാണ്, ഒന്നുമേ കാണത്തില്ല. അതായത് ഇവിടെ ഒരു 3-4 മീറ്ററോളം കാണാം. അതിൻ്റെ അപ്പുറത്തോട്ടും ഒന്നും കാണത്തില്ല. ഓ ഞാൻ വിചാരിച്ച ഓഫ് റോഡ് തീർന്നെന്നാ. തീർന്നിട്ടില്ല. പിന്നെ ഈ ക്രോപ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ സാധനത്തിന് ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. തെന്നിലെന്ന് വെച്ചാൽ തെന്നിക്കൊണ്ടിരിക്കുന്നു. ഒന്നും വെയിറ്റൊക്കെ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ എണ്ണമൊക്കെ ഇട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ വഴി കൂടെ എങ്ങനെ കയറി പോകാനാണോ ആവോ? തിരിച്ച് വന്നപ്പോൾ തന്നെ പണി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ചളങ്ങിയിരിപ്പുണ്ട്. ഇവിടെ നിന്നുള്ള 1 കിലോമീറ്റർ, അത് 1 കിലോമീറ്റർ ഇതുള്ള റോഡാണ്. എൻ്റെ അമ്മേ, ഇത്രയും നേരം വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു.
അവിടെ തൊട്ട് പറ്റില്ല, നടക്കാൻ പോലും പറ്റണല്ലേ, എന്താ വഴിയാ രമേ. അടുത്ത ജീപ്പ് കയറി വരണമെന്ന് തോന്നുന്നു, പുള്ളി അവിടെ വണ്ടി നിർത്തി. ഇനിയും വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ താഴെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കിനി ഒന്നും കാണിക്കാൻ പറ്റാതായി പോകും. ഇപ്പം തന്നെ 15% ഞങ്ങളുടെ ചാർജുള്ളൂ. സോ ഞാനിനി റോഡ് ഇനിയിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ. താഴെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ താഴെ ചെന്നിട്ട് എന്താ ഉള്ളതെന്നുള്ളത് കാണണമല്ലോ. അപ്പോൾ അത് താഴെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇതിവിടെ എങ്ങാണ്ട് എൻട്രി ഫീസോ എന്തോ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻട്രി ഫീസ് ഇല്ല. നീ കുറച്ചുകൂടെ താഴത്തോട്ട് കാണും. അവിടെ JCB എങ്ങോട്ട് പണിയുന്നുണ്ടോ? വെള്ളത്തിൻ്റെ ഒച്ചയാണ് ഇത്രയും കേൾക്കണേ. പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട്, ഓക്കെ, പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തോ പാറയിട്ട് ഉരുട്ടുന്ന പോലെയൊക്കെ സൗണ്ട്. എന്താ സെറ്റപ്പ്. ഇടുക്കിക്കാരനാണ് മൂന്നാറിനടുത്താന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ പ്രദേശത്തൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാ. Hey guys. പക്ഷേ ഗസ്റ്റൊക്കെ വന്ന് ഇവിടെ കുറേ ഗസ്റ്റിൻ്റെ ആണോ ഇവിടെയുള്ള ലോക്കൽസിൻ്റെ ആണോ? ഇതാണ് വെള്ളച്ചാട്ടം. സോപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ കാണാനും വേണ്ടി ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. പക്ഷേ വെള്ളച്ചാട്ടത്തിനൊക്കെ അടിപൊളി ഒരു സറൗണ്ട്, കാട്, മഞ്ഞ്, നേരായിപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ചിലടിച്ചിക്കട്ടെ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, ചാർജ് ഇല്ലാതെ. പിന്നെ അവിടം വരെ അല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ ഫുള്ള് ഫ്രണ്ടിലോട്ട് പോകാനൊക്കെ പറ്റും. അവിടെയാണ് പ്രോപ്പറായിട്ടുള്ള വ്യൂ ഉള്ളത്. പക്ഷേ നമുക്ക് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വല്ല പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.